Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ചുമടുതാങ്ങി വർക്ക്ഷോപ്പിൽ നിന്നും 1 മാസം മുൻപ് മോഷണം പോയ കാർ കാസർഗോഡ് നിന്നും പോലീസ് കണ്ടെത്തി. നമ്പർ മാറ്റി വാടകയ്ക്ക് നൽകി വരവെയാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കി. നടുവിൽ സ്വദേശി ചുമടുതാങ്ങിയിലെ കാർവാഷ് സ്ഥാപനത്തിൽ പെയിന്റിങ്ങിനായി എത്തിച്ച KL39 P8902 ചുവപ്പ് മാരുതി സ്വിഫ്റ്റ് കാറാണ് മോഷ്ടിച്ചത്. നവംബർ 20-നാണ് സംഭവം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് പയ്യന്നൂർ ടൗണിൽ ഉപേക്ഷിച്ച മോഷ്ടാവ് അവിടെ നിർത്തിയിട്ട മറ്റൊരു ബൈക്കുമായാണ് പിലാത്തറയിലെത്തിയത്. ബൈക്ക് ചുമടുതാങ്ങിയിലെ വർക്ക്ഷോപ്പിന് സമീപം പാർക്ക് ചെയ്ത് സ്ഥാപനത്തിന്റെ ഡോർ തകർത്ത് അകത്തു കടന്ന് താക്കോലെടുത്ത് കാറുമായി കടന്നു. കാഞ്ഞങ്ങാട് സ്വദേശി ഇബ്രാഹിം ബാദുഷയാണ് കാർ മോഷ്ടിച്ചതെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. ഇയാൾ മറ്റൊരു കേസിൽ അകപ്പെട്ട് ജയിലിലാണ്. 25-ന് പുലർച്ചെ കാസർഗോഡ് പോലീസ് പട്രോളിംഗിനിടെ സംശയകരമായി കണ്ട് പിന്തുടർന്നപ്പോൾ കാർ ഓടിച്ചവർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. കാർ നമ്പർ പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ചുമടുതാങ്ങിയിലെ കാർവാഷ് എന്ന സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് വ്യക്തമായത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ ബ്ലോക്ക് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും ത്രിതല പഞ്ചായത്ത് സാരഥികൾക്കുള്ള സ്വീകരണവും കാങ്കോലിൽ നടന്നു. കാങ്കോൽ ആൽബം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും ത്രിതല പഞ്ചായത്ത് സാരഥികൾക്കുള്ള സ്വീകരണവും കാങ്കോലിൽ നടന്നു. ആൽബം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വലിയൊരു അറിവും കാര്യം ആ കാര്യത്തിൽ വലിയ ഇതാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം അത് വായിച്ചപ്പോൾ കണ്ടെത്തിയ ആ ഭാഗം, അത് ഞാൻ നോക്കുമ്പോൾ അത് വളരെ ചെറിയ ഭാഗം സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാത്രം കാണുന്ന ഭാഗം. പക്ഷെ അത് അദ്ദേഹം കണ്ടെത്തുകയും നമ്മളുമായി ചർച്ച ചെയ്ത് ഇങ്ങനൊരു തീരുമാനം അന്ന് ബ്ലോക്കിൻ്റെ എല്ലാ മെമ്പർമാരും അന്നത്തെ ബ്ലോക്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നടങ്കം എന്ന് വേണമെങ്കിൽ പറയാം, ഈ കാര്യത്തിന് നൽകിയ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. സി സത്യപാലൻ മുഖ്യാതിഥിയായി. സെക്രട്ടറി ജിതിൻ കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി, കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ, പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K ലളിത, എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ രജനി മോഹൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി സംസാരിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P ശശിധരൻ, MV സുനിൽകുമാർ, K സത്യഭാമ, K കരുണാകരൻ മാസ്റ്റർ, PV ഗോപി, PS സോമൻ, KPV കുഞ്ഞിക്കണ്ണൻ, P രാമകൃഷ്ണൻ, P വിനീഷ്, K സിമി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുണിയൻ പടിഞ്ഞാറേക്കരയിലെ ജാനകിയുടെ വീടിന്റെ മേൽക്കൂരയിലേക്ക് തെങ്ങ് കടപൊട്ടി വീണു. വീട് ഭാഗികമായി തകർന്നു. കുണിയൻ പടിഞ്ഞാറേക്കരയിലെ ജാനകിയുടെ വീടിന്റെ മേൽക്കൂരയിലേക്ക് തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. തൊട്ടപ്പുറത്തെ പറമ്പിലെ തെങ്ങാണ് പൊട്ടിവീണത്. ഏറെ നാളായി തെങ്ങ് മുറിച്ചു മാറ്റണമെന്ന് ഉടമസ്ഥനോട് ആവശ്യപ്പെട്ടിരുന്നതായും ജാനകി പറയുന്നു. പിന്നെ പറഞ്ഞു ഇത് മുറിക്കാൻ എന്റെ ഉള്ളിലത്തെ ഓട് മൊത്തം പൊട്ടിനി എല്ലാം മുറിക്കുന്നില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായി തിരുവർക്കാട്ടുകാവ് റോഡ് നവീകരണം എത്രയും വേഗം ആരംഭിക്കുമെന്ന് M വിജയൻ MLA. ടെൻഡർ നടപടികൾ പൂർത്തിയായി ജനങ്ങളുടെ സഹകരണം ഉണ്ടായാൽ റോഡ് പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കാനാവുമെന്നും MLA. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് ദിവസവും മാടായിക്കാവിലേക്ക് എത്തുന്നത്. ഇവിടേക്ക് എത്താൻ ജനങ്ങൾ പ്രധാനമായി ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹനം പോകാൻ തന്നെ ഏറെ പാടുപെടണം.
എം വിജിൻ MLAയുടെ ഇടപെടലിൽ റോഡ് നവീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. നിലവിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായി. 1,50,00,000 രൂപ ചിലവിലാണ് റോഡ് നവീകരണവും സൗന്ദര്യവൽക്കരണവും ഒക്കെ നടപ്പിലാക്കുന്നത്. നവീകരണം പൂർത്തിയായാൽ ഇവിടേക്കെത്തുന്ന നിരവധി ഭക്തജനങ്ങൾക്ക് അത് ഏറെ ഉപകാരമാവും. എത്രയും വേഗം പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടിയിലേക്ക് പോവുകയാണെന്ന് MLA പറഞ്ഞു. പൂർണ്ണമായും റോഡ് BMBC റോഡാക്കി മാറ്റുകയാണ്. 5.5 മീറ്റർ BMBC റോഡ് ഇരു വശത്തുമായിട്ട് നമ്മൾ ഇന്റർലോക്കിംഗ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമായ ഇടങ്ങളിൽ ലൈറ്റ്, അതിമനോഹരമായ ഒരു പ്രവേശന കവാടം, ചില ഭാഗങ്ങളിൽ നമ്മുടെ ചെങ്കല്ലുകൊണ്ട് കെട്ടി അതിമനോഹരമാക്കത്തക്ക വിധത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ക്ഷേത്രമാണ് മാടായിക്കാവ്. അതുകൊണ്ട് തന്നെ അത്രയും മനോഹരമായ രീതിയിലേക്ക് അതിൻ്റെ റോഡ് മാറ്റുന്നതിനാണ്. റോഡ് നവീകരിച്ചാൽ തീർത്ഥാടന ടൂറിസത്തിന് തന്നെ അത് മുതൽക്കൂട്ടാവും. റോഡ് നവീകരണം വേഗത്തിലാക്കാൻ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ആവശ്യമാണെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ബബ്ലി കേക്ക് എത്തിയോ? ഇന്ന് ഷോപ്പിംഗ് ലിസ്റ്റിന്റെയും സോഷ്യൽ മീഡിയ ഫീഡിന്റെയും ട്രെൻഡിംഗ് ചോദ്യം. ബബ്ലി കേക്ക് ഇന്ന് ഏവരുടെയും പ്രിയപ്പെട്ട കേക്കായി മാറിക്കഴിഞ്ഞു. കാണാം പയ്യന്നൂർ കമല ബേക്കറിയിലെ ബബ്ലി കേക്കിന്റെ കാഴ്ചകൾ. മധുരം ചിരിയാകുന്നിടത്ത് ബബ്ലി കേക്ക്. കുട്ടികളുടെ കണ്ണിൽ തിളക്കം, യുവാക്കളുടെ റീലിൽ ഹിറ്റ്, അമ്മമാരുടെ ഷോപ്പിംഗ് ലിസ്റ്റിൽ റാങ്ക് 1-ാം നമ്പർ. ഒരു കടയിൽ കേക്ക് തീർന്നാൽ മറ്റൊന്നിലേക്ക് ഓട്ടം. ബബ്ലി കേക്ക് കിട്ടിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ടൗൺ ട്രെൻഡിംഗ്. പിഞ്ചു കുട്ടികൾ പോലും ബബ്ലി കേക്കിന്റെ ഫാനായി മാറുമ്പോൾ മധുരത്തിന്റെ ചരിത്രം തന്നെ പുതുതായി എഴുതി വെച്ച പോലെയുണ്ട്. ഇനി ബബ്ലി കേക്ക് അന്വേഷിച്ച് അധിക ദൂരം പോകേണ്ട. പയ്യന്നൂർ കമല ബേക്കറിയിലെ സ്പെഷ്യൽ കേക്കാണിത്. ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം ഒന്ന് കണ്ടാലോ? ആദ്യം ബേക്ക് ചെയ്ത് വെച്ച സ്പഞ്ചിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് അതിനു മുകളിലായി ഫ്രഷ് ക്രീം ചേർത്ത് ഡേറ്റ്സും മിൽക്ക് മെയ്ഡും തേനും ബൂസ്റ്റും മിക്സ് ചെയ്ത സിറപ്പ് ഒഴിച്ച് അതിനു മുകളിലേക്കായി ക്രഷ്ഡ് ആൽമണ്ട്സും ചോക്ലേറ്റ് ബോൾസും ആഡ് ചെയ്യും. രണ്ടാമത്തെ ലെയറിലും ഇത് തന്നെ ചെയ്യും. ഇതോടെ ആദ്യഘട്ടം അവസാനിച്ചു. അടുത്തതായി ഫ്രഷ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യേണ്ടതാണ്. ഫ്രഷ് ക്രീം ഉപയോഗിച്ച് തന്നെ ബബിൾസുമാക്കി ബൂസ്റ്റ് പൊടിയും കൂടെ ചേർത്താൽ കമല ബേക്കറിയിലെ സ്പെഷ്യൽ ബബ്ലി കേക്ക് റെഡി. ഒന്ന് രുചിച്ചു നോക്കി അഭിപ്രായം രേഖപ്പെടുത്തൂ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മല്ലിയോട്ട് പാണവയൽ പുതിയപുരയിൽ കളരി റോഡ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ MLAയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മല്ലിയോട്ട് പാണവയൽ പുതിയപുരയിൽ കളരി റോഡിന്റെ ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ഈ റോഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രശ്നം ഉയർത്തിയത്, ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിച്ചത്, എന്നെ പിറകെ നടന്ന് സങ്കടം പറഞ്ഞ് ഈ റോഡ് വാങ്ങിച്ചെടുത്തത് ഈ വാർഡിൻ്റെ മുൻ മെമ്പർ ശോഭേച്ചി. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ ശോഭേച്ചിക്കാണ് കൊടുക്കുന്നത്. കാരണം ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ ശോഭേച്ചി നടത്തിയിട്ടുള്ള ഒരു വലിയ ഇടപെടലുണ്ട്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷത വഹിച്ചു. പദ്ധതിക്ക് 5 ലക്ഷം രൂപയാണ് MLAയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ചത്. ചടങ്ങിൽ വാർഡംഗം E. വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അടുക്കാടൻ വിജയൻ, മുൻ പഞ്ചായത്ത് അംഗം K. ശോഭ, M. രവീന്ദ്രൻ, K. ശ്യാമള, വാർഡ് വികസന സമിതി കൺവീനർ MV അശോകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. എഴുത്തിന്റെ ലോകത്ത് വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് പഴയങ്ങാടി വെങ്ങരയിലെ KP ജനാർദ്ദനൻ. തുളുനാട് മാസിക ഏർപ്പെടുത്തിയ മികച്ച എഴുത്തുകാരനുള്ള പുരസ്കാരവും ഇദ്ദേഹം കരസ്ഥമാക്കി. തന്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയും മനുഷ്യരുമെല്ലാം ജനാർദ്ദനൻ വെങ്ങരയ്ക്ക് കവിതകളാണ്. കവിതാരചന, ഭക്തിഗാനരചന എന്നിവയിൽ ഏറെ കഴിവ് തെളിയിച്ച കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. ഒരു നാൾ സൗപർണികയിലെ മൗനത്തിന്റെ ശിലയുടെ മുകളിൽ ശാന്തത തേടിയിരുന്നു ഞാൻ. സൗപർണികയെ നീയേകിയ കുളിരിൽ സർവം മറന്നു ഞാനിരുന്നെങ്കിലും. സ്വന്തമായി 100ഓളം കവിതകൾ രചിച്ചിട്ടുണ്ട്. കൂടാതെ പ്രദേശത്തെ സ്കൂൾ മാഗസിനുകളിലും എഴുതാറുണ്ട്. ഇതിനോടകം 10ഓളം പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. അതിനിടയിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട്
അവാർഡ് ലഭിച്ചത് താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആ ക്ലബിൻ്റെ വാർഷിക ആഘോഷത്തിനാണ് എനിക്ക് കിട്ടിയത്. അവരാണ് എനിക്ക് ആദ്യമായിട്ട് അവാർഡ് തന്നത്. പിന്നെ അതുകൂടാതെ എനിക്ക് നിരവധി, അതിനുശേഷമാണ് എനിക്ക് നിരവധി അവാർഡുകൾ പിന്നെ കിട്ടാൻ കാരണം. മാടായി സർവീസ് ബാങ്കിൽ അപ്രൈസറായ ജനാർദ്ദനൻ ഒഴിവ് സമയങ്ങളിലാണ് കവിതകൾ എഴുതുന്നത്. ഭാര്യ സുരുചി ജനാർദ്ദനനും മക്കളായ സുനോജും സംഗീതയും ശിവപ്രസാദും മികച്ച പ്രോത്സാഹനം നൽകുന്നുണ്ട്. മുമ്പേ കവിത എഴുതലുണ്ട്. ഞാൻ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ കുറെ കവിതയെല്ലാം ഗൾഫിലുണ്ടായത് തന്നെ കവിതയെല്ലാം എഴുതി അയക്കലുണ്ടായിന്. അതൊന്നും പിന്നെ ഒന്നും ബുക്കിലൊന്നും വന്നിട്ടുണ്ടായില്ല. പിന്നെ കുറെ സുവനീറിലെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ കുറെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം 10 അവാർഡോളം കിട്ടിയിട്ടുണ്ട്. എഴുതിയ കവിതകൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പുരോഗമന കലാസാഹിത്യ സംഘം പേരളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ പ്രതിഷേധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരന്മാർ പോസ്റ്റർ രചന നടത്തി. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ പുരോഗമന കലാസാഹിത്യ സംഘം പേരളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പേരളം കൈരളി വായനശാലയിൽ പോസ്റ്റർ പ്രതിഷേധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരന്മാരായ VV തങ്കരാജൻ മാസ്റ്റർ കൊഴുമ്മൽ, ബാലൻ പാലായി, MV ധനേശൻ മാസ്റ്റർ എന്നിവർ പോസ്റ്റർ രചനയ്ക്ക് നേതൃത്വം നൽകി. ഇന്ന് ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ കേരളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. P രാധാമണി ടീച്ചർ, C മനോജ് കുമാർ മാസ്റ്റർ, S ശ്രീലേഖ ടീച്ചർ, KV ഉഷ ടീച്ചർ, TK ജയന്തി, K മുരളീധരൻ, കോളിയാടൻ ഗോവിന്ദൻ, PP ചന്ദ്രൻ, K ഗോപാലകൃഷ്ണൻ, P ചന്ദ്രൻ മാസ്റ്റർ, K രാജീവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാഹുൽ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ ശ്രീ കൂർബ കളരി സംഘത്തിലെ വിദ്യാർത്ഥികൾ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ ചുവടുവെച്ചു. 32ഓളം കുട്ടികൾ ചടങ്ങിന്റെ ഭാഗമായി. രാഹുൽ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ ശ്രീ കൂർബ കളരി സംഘത്തിലെ വിദ്യാർത്ഥികൾ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ ചുവടുവെച്ചു. 32ഓളം കുട്ടികൾ ഈ ചടങ്ങിന്റെ ഭാഗമായി. പതിനഞ്ചോളം പെൺകുട്ടികളും അണിനിരന്നു. രാമവില്യം ലക്ഷ്മണൻ ഗുരുക്കൾ, PP നാരായണൻ ഗുരുക്കൾ, ഡോക്ടർ AK വേണുഗോപാൽ ഗുരുക്കൾ, കക്കാട്ട് രാജൻ ഗുരുക്കൾ തുടങ്ങിയവരിൽ നിന്ന് സ്വായത്തമാക്കിയ വടക്കൻ കളരി സമ്പ്രദായത്തിലെ വട്ടേൻ തിരിപ്പ്, അറപ്പക്കൈ എന്നിവയും തെക്കൻ ചുവടും പാദഞ്ചല യോഗാസനങ്ങളുമാണ് പയ്യന്നൂരിൽ അരങ്ങേറിയത്. ക്ഷേത്രമുറ്റത്ത് നടന്ന ചടങ്ങിൽ രക്ഷിതാക്കളും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബന്ധങ്ങൾ അന്യമാകുന്ന പുതിയ കാലത്ത് കുടുംബ ബന്ധങ്ങൾ വിളക്കിച്ചേർത്ത് തൃക്കരിപ്പൂരിൽ കഞ്ചിയിൽ കുടുംബസംഗമം. തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകസന്നിധിയിലാണ് കഞ്ചിയിൽ തറവാട്ടിലെ 250ഓളം കുടുംബാംഗങ്ങൾ ഒത്തുകൂടിയത്. യാദവരുടെ പ്രമുഖ തറവാടായ കഞ്ചിയിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് ചേർത്താണ് പ്രഥമ കുടുംബസംഗമം നടത്തിയത്. 6 മാസം പ്രായമായ പിഞ്ചുകുട്ടി മുതൽ 94 വയസ്സ് പിന്നിട്ട ദേവകി വരെ നീളുന്ന 3 തലമുറകൾ പങ്കെടുത്ത കുടുംബസംഗമം ആഘോഷമാക്കി മാറ്റി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലെ 60 കുടുംബങ്ങളിലായുള്ള 250-ൽ പരം പേർ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകം ഭണ്ഡാരപ്പുരയിൽ ചേർന്ന പ്രഥമ കുടുംബസംഗമം തറവാട്ടിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കഞ്ചിയിൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരവും കഞ്ചിയിൽ കുടുംബാംഗവുമായ അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകം പ്രസിഡന്റ് പുതിയടത്ത് ഗോപാലൻ, സെക്രട്ടറി T നാരായണൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് KV ഗോപാലൻ, സംഘാടക സമിതി കൺവീനർ K ഹരീന്ദ്രൻ മാസ്റ്റർ, കഞ്ചിയിൽ ഗോപാലൻ പയ്യന്നൂർ, ദാക്ഷായണി കഞ്ചിയിൽ എന്നിവർ സംസാരിച്ചു. തറവാട്ടിലെ 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ കഴകം ഭാരവാഹികൾ ആദരിച്ചു. കലാകായിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാട്ടംഗങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പോലീസ് സ്റ്റേഷൻ എന്തെന്നറിയാത്തവരായ കുരുന്നുകൾ ചന്തേര സ്റ്റേഷനിലെത്തിയപ്പോൾ ആദ്യം കയറിയത് ലോക്കപ്പ് മുറിയിൽ. പോലീസ് പിസ്റ്റൾ കണ്ടപ്പോൾ അതൊന്ന് തൊട്ടുനോക്കണമെന്നായി അവർ.
എന്റെ ഗ്രാമം, വാഹനങ്ങൾ എന്നീ പാഠങ്ങളുടെ ഭാഗമായാണ് പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ തെക്കുപുറം മാതൃകാ അങ്കണവാടിയിലെ കുട്ടികൾ ചന്ദേര പോലീസ് സ്റ്റേഷനും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയവും കവ്വായി കായലോരവും സന്ദർശിച്ചത്. ചന്ദേര പോലീസ് സ്റ്റേഷനിലെത്തിയ കുരുന്നുകൾ ആദ്യം ലോക്കപ്പ് മുറി എന്താണെന്ന് ചോദിച്ചതോടെ ഉദ്യോഗസ്ഥർ തുറന്നു കാണിച്ചു. അങ്കണവാടി ജീവനക്കാരും രക്ഷിതാക്കളും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും കയറും മുൻപ് തന്നെ അങ്കണവാടി കുട്ടികൾ അതിനകത്ത് കയറി. തുടർന്ന് ചന്ദേര പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് മാമന്റെ പേരെന്താണെന്ന് കുഞ്ഞുങ്ങൾ ചോദിച്ചു. കെ പ്രശാന്ത് എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. പാട്ട് പാടാൻ അറിയുന്നവരുണ്ടോ എന്നായി പോലീസ് ഉദ്യോഗസ്ഥന്റെ ചോദ്യം. ഉടൻ വന്നു ഉത്തരം. പറയാതെ അവർ ഒത്തൊരുമിച്ച് പാടി പെട്രോളും ഡീസലും വേണ്ടാത്ത സൈക്കിൾ വണ്ടിയുടെ പാട്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങും മുൻപ് വന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പോലീസ് മിഠായികളും നൽകി. തുടർന്ന് നടക്കാവിലെ അഗ്നിരക്ഷാ നിലയത്തിലെത്തി അവരുമായി ചങ്ങാത്തത്തിലായി അങ്കണവാടി വിദ്യാർത്ഥികൾ. തീപിടുത്തമുണ്ടായാൽ തീ നിയന്ത്രിക്കുന്നതിനുപയോഗിക്കുന്ന സാമഗ്രികൾ കുട്ടികൾക്കും കൂടെ എത്തിയവർക്കുമായി നിലയത്തിലെ സേനാംഗങ്ങൾ പരിചയപ്പെടുത്തി. വെള്ളം ചീറ്റിക്കുന്നത് കുരുന്നുകൾക്ക് അത്ഭുത കാഴ്ചയായി മാറുകയും ചെയ്തു. രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും നടന്നു. തുടർന്ന് കവ്വായി കായലും കടലോരവും കുട്ടികൾ സന്ദർശിച്ചു. അങ്കണവാടി വർക്കർ കെ വി ശൈലജ, ഹെൽപ്പർ എം മിനിത, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളുമായ എ ജി കമറുദ്ദീൻ, ഇ കെ അനിത, രാഗി പ്രിയേഷ്, വി സൂര്യകീർത്തി, എം ജംഷിദ, വി പഞ്ചമി എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. IRPC ആലപ്പടമ്പ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെയും ലവ് ഷോർ മെഡിക്കൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ദേവിയോട്ടുകാവ് പരിസരത്ത് നടന്ന ക്യാമ്പ് CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. IRPC ആലപ്പടമ്പ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെയും വൈപ്പിരിയം ലവ് ഷോർ മെഡിക്കൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ദേവിയോട്ടുകാവ് പരിസരത്ത് നടന്ന ക്യാമ്പ് CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ടി തമ്പാൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ശ്രീനാഥൻ KM, കെ മനോഹരൻ ബാബു, KP രമേശൻ, കെ പ്രദീപ് കുമാർ, കെ ഗോപാലൻ, TV ശ്രീലാൽ, കെ രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിലെ അറിവുകൾ പകർന്ന് കരിവെള്ളൂർ AVSGHSSലെ NSS ക്യാമ്പ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ പഞ്ചായത്തിന്റെ ചരിത്രവും അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രാധാന്യവും കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിലെ അറിവുകൾ പകർന്ന് കരിവെള്ളൂർ AVSGHSSലെ NSS ക്യാമ്പ്. പുതുതായി അധികാരമേറ്റ വാർഡ് മെമ്പർമാരെ അനുമോദിച്ചുകൊണ്ടായിരുന്നു പരിപാടി ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ പഞ്ചായത്തിന്റെ ചരിത്രവും അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രാധാന്യവും കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. കുനിയൻ PB KLP സ്കൂളിൽ നടന്ന ലീഡേഴ്സ് ടോക്ക്, പുതിയ മുഖം പുതിയ വികസനം എന്ന പരിപാടി നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അറിവ് പകരുകയും ശ്രദ്ധേയമാവുകയും ചെയ്തു. പുതിയ ഭരണസമിതിയുടെ വികസന കാഴ്ചപ്പാടുകൾ കുട്ടികൾ നേരിട്ട് ചോദിച്ചറിയുകയും പഞ്ചായത്ത് നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. 15 വാർഡ് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. MLAയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നുടിച്ചേരി വയൽ റോഡ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ MLAയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നുടിച്ചേരി വയൽ റോഡിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. അപ്പോൾ ആ പ്രാധാന്യം മുല്ലാട്ടം നിരന്തരമായി തരത്തിലുള്ള ഒരു കാര്യം ചെയ്യണം എന്നൊരാഗ്രഹവും ജനങ്ങളുടെ ആവശ്യം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ റോഡിന് 5 ലക്ഷം രൂപ അനുവദിച്ചു. 5 ലക്ഷം രൂപ അനുവദിച്ചു. അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം P പ്രസീത അധ്യക്ഷത വഹിച്ചു. പദ്ധതിക്ക് 5 ലക്ഷം രൂപയാണ് MLAയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ചത്. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് അംഗം K മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അടുക്കാടൻ വിജയൻ, പഞ്ചായത്ത് അംഗം രമാമോഹൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP റീന, മുൻ പഞ്ചായത്ത് അംഗം K ജിഷ ബേബി, P രാഗിണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കേരള കർഷക സംഘം മാടായി ഏരിയ കൺവെൻഷൻ പിലാത്തറ പാട്യം മന്ദിരത്തിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് P ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കർഷക സംഘം മാടായി ഏരിയ കൺവെൻഷൻ പിലാത്തറ പാട്യം മന്ദിരത്തിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് P ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് K മനോഹരൻ അധ്യക്ഷനായി.
ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PP ദാമോദരൻ, V രമേശൻ, N കാർത്യായനി, MK സുകുമാരൻ, KV ഗോപാലൻ, സെക്രട്ടറി MV രാജീവൻ എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം 2026 മെമ്പർഷിപ്പ് പ്രവർത്തനത്തിലൂടെ 60,000 പേരെ അംഗങ്ങളാക്കുന്നതിന് ഏരിയ കൺവെൻഷൻ തീരുമാനിച്ചു. ജനുവരി 1 ആരംഭിച്ച് ജനുവരി 10 മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തീകരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി VT അമ്പുവിനെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി P വിജയലക്ഷ്മിയെയും തെരഞ്ഞെടുക്കപ്പെട്ടു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി VT അമ്പുവും വൈസ് പ്രസിഡന്റായി PV ജയലക്ഷ്മിയും തിരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്തിൽ ആകെ തിരഞ്ഞെടുക്കപ്പെട്ട 15 അംഗങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുത്തു. VT അമ്പുവിനെതിരെ UDFിലെ താജുദ്ദീനും വിജയലക്ഷ്മിക്കെതിരെ UDFിലെ സുജിത സജീഷ് കുമാറും മത്സരിച്ചു. VT അമ്പുവിനും വിജയലക്ഷ്മിക്കും 11 വോട്ട് വീതം ലഭിച്ചു. ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ MP സാന്നിധ്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ലീലിനി O പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.